റഷ്യ ഉക്രൈൻ യുദ്ധം ഏതാണ്ട് 3 വർഷമാകാറാവുക, കുറച്ച് മാസങ്ങളൂടെയുള്ളൂ. യുദ്ധം തീരുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. റഷ്യയുടെ മണ്ണിലേക്ക് ഉക്രൈൻ അടിച്ചു കയറുകയാണ്. അടിച്ചു കയറുന്നു എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആണവ നിലയങ്ങളുള്ള പ്രദേശത്തേക്കാണ് ഉക്രൈൻ സൈന്യം വരുന്നത്. ആ ആണവ നിലയം പിടിച്ചെടുത്താൽ മോസ്കോ ഉൾപ്പെടെ ഇരുട്ടിലാവും. അപ്പോൾ പുതിൻ്റെ ഒരു ഏകാധിപത്യ വാഴ്ച നിൽക്കുന്ന റഷ്യയിൽ റഷ്യ തോൽക്കുകയാണോ, പുടിൻ വീഴുകയാണോ? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുമല്ലോ, ഒഫൻസ് ഈസ് ദി ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുമല്ലോ. യുക്രൈൻ തിരിച്ചടിക്കുക മാത്രമല്ല, യുക്രൈൻ റഷ്യൻ ടെറിട്ടറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കയറിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കർസ്ക് എന്നാണ്. ഈ കർസ്കിലേക്ക് റഷ്യയുടെ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഉക്രൈൻ കയറി വരുമെന്നും കരുതിയില്ല. ഇവർ കീവൊക്കെ ആക്രമിക്കാനാണ് റഷ്യ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഏറ്റവും ഈ ശ്രദ്ധ കുറഞ്ഞ ഏരിയയിലേക്ക് ഇവരുടെ ഒരു മുന്നേറ്റം ഉണ്ടായത്. അതെ. അപ്പോൾ അവർ അതുകൊണ്ട് ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരുടെ റിസർവ് സൈന്യങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്, കർസ്കിലേക്ക്. പ്രത്യേകിച്ച് അവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളതുകൊണ്ട് അവർക്ക് അത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ന്യൂക്ലിയർ ഏജൻസി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കാര്യമൊക്കെ വലിയ കഷ്ടമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാരെ എവാക്യുവേറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് 76,000-ഓളം പേരെ അവിടെ നിന്ന് 76% അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ റഷ്യക്കാരിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വരുന്നവരുടെ ഒരു പോളിസി അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്ത പോലെ, അവർക്ക് ഇതിലൊരു താല്പര്യമില്ലാത്ത പോലെയാണ്. കാരണം ഇതൊരു പുടിൻ്റെ മാത്രം വാറായിട്ട് മാറി. ഇപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് മോട്ടിവേഷനുണ്ട്. അവരുടെ നാടിനെ കീഴടക്കാൻ വരുന്നു, ഇതിനൊരു കോളനി പോലെ ആക്കി വയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ ജീവൻ കൊടുക്കാൻ യുക്രൈൻകാർ തയ്യാറാണ്. പക്ഷേ റഷ്യക്കാർ വരുന്നവർ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വലിയ താല്പര്യമില്ലാത്ത പോലെ. അല്ല, അത് മാത്രമല്ല സാറേ, എനിക്ക് തോന്നിയിരിക്കുന്നത് റഷ്യ, എൻ്റെ ചില സുഹൃത്തുക്കൾ റഷ്യയിലുണ്ട്, ഞാൻ വല്ലപ്പോഴുമൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത് റഷ്യയിൽ ജീവിതം ആസ് യൂഷ്വൽ, സാധാരണ രീതിയിൽ പോകും. ഒരു യുദ്ധം എവിടെയോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ലിമിറ്റഡ് വാറാണ്. ആ ടൈഗർ ഹില്ല്, ദ്രാസ് മേഖലകളിൽ മാത്രം നടന്ന യുദ്ധം പോലെ റഷ്യൻ സേനയും ഈ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിക്കുന്നില്ല. അത് വാഗ്നർ ഫോഴ്സ്, കൂലിപ്പട്ടാളത്തിനെ കൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. അവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ അതിനെ മോണിറ്റർ ചെയ്യാനും സഹായിക്കാനും ഒരു ആക്സിലറി ഫോഴ്സിനെ പോലെയാണ് റഷ്യൻ സൈന്യം നിൽക്കുന്നത്. അപ്പോൾ കൂലിപ്പട്ടാളമാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ആ യുദ്ധം അവിടെ നടന്നോളും, ഞങ്ങളുടെ ജീവിതം നോർമൽ ലൈഫ് തുടരുന്നു എന്ന സ്ഥിതിയാണ് ഇതുവരെ റഷ്യയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് റഷ്യൻ മണ്ണിലേക്ക്, ടെറിട്ടറിയിലേക്ക് ഉക്രൈൻ കയറി വരികയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനിയായിരിക്കും റഷ്യക്കാരെ ഈ യുദ്ധം ബാധിക്കാൻ പോകുന്നത്. അത് തന്നെ. അപ്പോൾ ദി വാർ ഹാസ് കം ഹോം എന്നാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത്. മാത്രമല്ല അവർ പെർ ഡേ ഒരു 10 കിലോമീറ്റേഴ്സ് വെച്ച് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 കിലോമീറ്റേഴ്സ് വീതം അത്രയും സ്ട്രെച്ചിലേക്ക് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 ദിവസമായി. 6 ദിവസമായിട്ടും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിർത്തി. എന്നാലും അപ്പോൾ ഈ കർസ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വേറെ സിറ്റീസ് ഉണ്ട്. ബെൽഗോറോഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, ബ്രയാൻസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ആ സിറ്റികളിലേക്കും ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പട്ടാള നിയമം എന്ന് പറഞ്ഞാൽ സ്വീപ്പിംഗ് പവേഴ്സ്. നമ്മൾ നേരെ തിരിച്ചാലോചിക്കുമ്പോൾ റഷ്യൻ കൂലിപ്പട്ടാളം ഉക്രൈൻ്റെ നല്ല ശതമാനം, ആയിരക്കണക്കിന് കിലോമീറ്റർ പിടിച്ചെടുത്തു. ചില പ്രദേശങ്ങളൊക്കെ സ്വയംഭരണ പ്രദേശങ്ങളായിട്ട് മാറ്റി. അപ്പം എനിക്കൊരു സംശയം, നമ്മളെ നോക്കുമ്പോൾ ഒരു വേൾഡ് പവറാണല്ലോ റഷ്യ. റഷ്യക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഒരു ചെറിയ ഭാഗമായിരുന്ന താരതമ്യേന റഷ്യയുടെ ഒരു 4 വലിപ്പം പോലും ഉക്രൈനില്ല. പക്ഷേ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് അവിടെ ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലും ന്യൂക്ലിയർ വെപ്പണും ഒക്കെ അവിടെ സ്ഥാപിച്ചിരുന്നുണ്ട്. രാജ്യം ചിഹ്നമായി പോയപ്പോൾ അതൊക്കെ ഉക്രൈൻ്റെ പക്കലുമുണ്ട്. അല്ല, പക്ഷേ ഈ ന്യൂക്ലിയർ വെപ്പൺസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്താളെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് അവരെടുത്ത് മാറ്റി എന്നാണ് പറയുന്നത്. ഈ യുക്രൈൻ്റെ കാലത്ത് അന്നത്തെ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. അതെല്ലാം റഷ്യ കൊണ്ടുപോയി. ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. എന്നിട്ടാണ് ഇവരെ മാറ്റി വേറെ രാജ്യം ആകാൻ. ഏതായാലും റഷ്യയുടെ അത്രയും ഒരു മൈറ്റി പവറൊന്നുമല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് പുതിന് ഈ ഉക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ യുദ്ധം 3 വർഷത്തേക്ക് നീണ്ടുപോകും? അതിൻ്റെ ഒരു പ്രശ്നം മോട്ടിവേഷനാണ്. ഇവർ ഈ യുക്രൈനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ മാതൃഭൂമി നഷ്ടപ്പെട്ടു പോവുകയാണ്. അവരുടെ സ്വന്തം പ്രശ്നമാണത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം പ്രശ്നമല്ല. അതിൽ പോകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പട്ടാളം എന്നുള്ള സ്പിരിറ്റിലാണ് അവരൊക്കെ പെരുമാറുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, ഇന്ത്യക്കാരവിടെ യുദ്ധം ചെയ്യേണ്ട റഷ്യക്ക് വേണ്ടി.
കുറേ പേരൊക്കെ അത് ഇവിടുന്ന് കൊണ്ടുവയ്ക്കുന്ന ആൾക്കാർക്ക് പലർക്കും അറിയില്ല ഈ പണിക്ക് പോകണമെന്ന്. എന്തോ പുറത്ത് ജോലി കൊടുക്കുമെന്നും പറഞ്ഞ് ഇവിടുന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് റഷ്യക്ക് കൊടുത്ത് റഷ്യക്ക് വേണ്ടിയിട്ട് അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറേ പേരുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അങ്ങനെ പൈസ കൊടുത്തിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ റഷ്യക്കാർക്ക് പൊതുവിൽ ഇതിലൊരു താല്പര്യമില്ല. അവർക്ക് ഈ പറഞ്ഞോണം വേറെ എവിടെയോ നടക്കുന്നു, കാർഗിൽ വാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ദി വാർ ഹാസ് കം ഹോം എന്നുള്ള. അപ്പോൾ ഒരുപക്ഷെ ഇനിയായിരിക്കണം റഷ്യയുടെ ഓൺ ആർമി ഇടപെടുന്ന, സ്വന്തം നിലയ്ക്ക് റഷ്യ നയിക്കുന്ന ഒരു യുദ്ധം വരാൻ പോകുന്നത്. അവരുടെ ആർമി. പിന്നെ വേറൊന്നുണ്ട്, ഇപ്പോൾ ഏതാണ് പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റഷ്യ ഈസ് പവർഫുൾ. ആൾക്കാർ വിചാരിച്ചിരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം തീരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തിയില്ല. അങ്ങനത്തെ ഇൻറ്റൻസീവ് അറ്റാക്ക് നടത്തിയില്ല. മാത്രമല്ല ഈ യുക്രൈൻ നേരത്തെ തൊട്ട് ഇതിന് റെഡിയായിരുന്നു. കാരണം എന്തായാലും റഷ്യയിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകും. ഇതൊരു ഇന്നെവിറ്റബിളായിട്ടുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും വരും എന്നുള്ളതിനനുസരിച്ച് അവർക്ക് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനേക്കാളും വളരെ ശക്തിയുള്ള രാജ്യമാണല്ലോ അമേരിക്ക. പക്ഷേ അഫ്ഗാനിസ്ഥാനിലും വളരെ ശക്തിയുള്ള രാജ്യമാണ് റഷ്യയും. രണ്ടു കൂട്ടരും അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ബുദ്ധിമുട്ടില്ലോ. അപ്പോൾ അവർക്ക് സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനായിട്ട് മരിക്കാൻ നടക്കുന്ന ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്യണ പോലെ മറ്റുള്ളവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നവരില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പിന്നെ റഷ്യ ഈ പാടൊക്കെ കഴിക്കുമ്പോൾ റഷ്യ ഹാസ് ലിമിറ്റഡ് മണി ടു സ്പെൻഡ്. കാര്യം തുടക്കത്തിൽ അവരിങ്ങനെ ഏതാണ്ട് 50 കിലോമീറ്റർ നീട്ടമുള്ള ടാങ്ക് വ്യൂഹത്തിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ കൊടുത്തിരുന്നത് ശരിയാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ അവരൊന്ന് ക്ഷീണിക്കും. പക്ഷേ ഈ യുക്രൈന് സ്വന്തമായിട്ടുള്ള പൈസ അല്ല ഈ വരുന്നത്, മുഴുവനും നേറ്റോ ഫോഴ്സസിന്. അവർ ഇത്രയും രാജ്യങ്ങളുണ്ട്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമേരിക്ക എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, യുക്രൈനെ വെറുതെ വിട്ടില്ലേ, ചാവാൻ വിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വാട്ട് എവർ ഈസ് ബീയിങ് ഡൺ ബൈ യുക്രൈൻ. പക്ഷേ അതിനകത്ത് വേറെ കാര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കേട്ടത്, എൻ്റെ റഷ്യയിലൊരു സുഹൃത്ത് പറഞ്ഞത്, റഷ്യ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യയാണ്. കാരണം പറയുന്നത്, അദ്ദേഹം പറഞ്ഞൊരു പോളിസി എന്ന് പറഞ്ഞാൽ റഷ്യ പതുക്കെ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. വലിയ മാസീവ് അറ്റാക്ക് ഒന്നും നടക്കുന്നില്ല. തുടക്കത്തിൽ കാണിച്ച പോലെ അവരുടെ കൂലിപ്പട്ടാളം പോയി യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ റിസർവ് ആർമി യുദ്ധം ചെയ്തു, മെയിൻ ആർമിയെ കരുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നാറ്റോയെ എൻഗേജഡ് ആക്കി. നാറ്റോ രാജ്യങ്ങളുടെ ഉക്രൈൻ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്കയുടെയും നാറ്റോയുടെയും പൈസയാണ് ഓരോ ദിവസം തീർന്നത്. അപ്പോൾ അതിനൊപ്പം സമാന്തരമായി ലോക എക്കണോമിയിൽ വലിയ മാറ്റം വന്നു. പെട്രോ ഡോളറിൻ്റെ ഒരു അപ്രമാദിത്വം ഇല്ലാണ്ടായി. റഷ്യയിൽ നിന്ന് ഇന്ത്യയും ചൈനയും ഒക്കെ രൂപയിലും യുവാനിലും എണ്ണ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു വാറായി. ഇതുകൊണ്ട് ക്ഷീണിക്കുന്നത് റഷ്യയല്ല, ഉക്രൈൻ പോലുമല്ല, അമേരിക്കയും അമേരിക്കയുടെ നാറ്റോയുമാണ് എന്നൊരു തിയറിയുണ്ട്. പക്ഷേ എന്നാലും അമേരിക്കയും നേറ്റോയും അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ചെലവഴിക്കുന്ന പോലെ പണം ചെലവഴിക്കാൻ റഷ്യയുടെ അതിനുള്ള റഷ്യ ചെലവഴിക്കുന്നില്ല. റഷ്യ കൂലിപ്പട്ടാളത്തിനെ എവിടുന്ന് അല്ല, കൂലിപ്പട്ടാളം ഉണ്ട്, പക്ഷേ കുറേ അവരുടെ ആൾക്കാരുണ്ടാവും. അല്ല, ഇപ്പോൾ ഈ കൂലിപ്പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വാഗ്നർ ഫോഴ്സും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റഷ്യൻസ് തന്നെയാണ്. അതെ. പക്ഷേ അല്ല, വാഗ്നർ ഫോഴ്സിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയും അമേരിക്കയ്ക്കുണ്ട്. അതായത് നാറ്റോയെ അമേരിക്കയെ ക്ഷീണിപ്പിക്കുക, അവരെ എൻഗേജഡ് ആക്കിയിരിക്കുക, അങ്ങനെ ഒരു സ്ട്രാറ്റജിയും കൂടെ ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ഇത്രയും നാൾ നീണ്ടു പോകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. റഷ്യയും വിചാരിക്കുന്ന അമേരിക്കയും വിചാരിക്കുന്നില്ല. ഇല്ല. ഇപ്പം അമേരിക്ക ഇപ്പോൾ 2 പേർക്ക് ഊരാൻ വയ്യ. പുലിപ്പുറത്ത് കയറിയ പോലെയാണ്. റഷ്യക്ക് തിരിച്ചു പോരാൻ പറ്റില്ല, നാറ്റോയ്ക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. രണ്ടിലൊന്നും കാണണം. ഒന്നുകിൽ യുദ്ധം നടക്കണം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവണം. ഈ സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി പോളണ്ടിൽ നിന്നൊരു തീവണ്ടിയിൽ കയറി ഉക്രൈനിലേക്ക് പോകാൻ പോകുന്നത്. ആ യാത്ര ഉടനെ നടക്കും. അപ്പോൾ ആ യാത്രയിൽ എന്തെങ്കിലും കോംപ്രമൈസിനുള്ളൊരു ഫോർമുല ഇങ്ങനെ പുടിൻ പറഞ്ഞ് മോഡിയുടെ കൊടുത്തിട്ടുണ്ടാവും. കാരണം അവിടെ പോയൊരു കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ കൂട്ടത്തിൽ ഇതെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും. കാരണം പുടിനും വിഷമിച്ചു. കാരണം ഈ ആൾക്കാർ ലക്ഷക്കണക്കിന് പേര് മരിച്ചിട്ടുണ്ട്. സംഖ്യ പുറത്തു വിടുന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് ടു ദി ട്യൂൺ ഓഫ് ലാക്സ്. അല്ലാതെ 8,000-10,000 അല്ല. അത്രയും ഇതുള്ളതുകൊണ്ട് മാത്രമല്ല, അവിടെ പലരും ഈ പട്ടാളക്കാർ തന്നെ കുറേയൊക്കെ ഇത് ധിക്കരിക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മാതൃഭൂമിയുടെ പ്രശ്നമാണ് അത് പിടിച്ച്. മറ്റത് അങ്ങനെയല്ല, വല്ലയിടത്തും മേത്ത് കയറാൻ പോയി എന്തിന് വേറെ വല്ല പണിയുണ്ടോ, അല്ലെങ്കിൽ അവനെ തീർക്കണം. അവർക്കൊരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബിട്ട് ഫിനിഷ് ചെയ്യണം. അതെ. അപ്പോൾ ഈ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും റഷ്യ കയറി അങ്ങോട്ട് തോൽപ്പിക്കൽ അത്ര എളുപ്പമുള്ള കേസല്ല. സോ മെനി ന്യൂക്ലിയർ വെപ്പൺസ് ഒരുപാടുണ്ടല്ലോ അവരുടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും സെലൻസ്കി ഉദ്ദേശിക്കുന്നതായിട്ട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.
ഒന്നാമത്തെ കാര്യം കാർക്കീവ് ഇവരുടെ കുറേ സ്ഥലം റഷ്യ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ പട്ടാളത്തിന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ അവർ മാറുമ്പോൾ കാർക്കീവിൽ തിരിച്ചു പിടിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇനി നെഗോഷിയേഷൻസ് നടക്കുന്ന സമയത്ത് കുറച്ച് റഷ്യൻ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അതെ, അപ്പോൾ നിങ്ങളുടെ ഭൂമി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അവിടെ പട്ടാളം ഇല്ലാത്ത ഏരിയ കയറി കുറേ പിടിച്ചു കഴിഞ്ഞാൽ കുറേ ടെറിട്ടറി അവിടെ ഉണ്ടാവും. അപ്പോൾ നെഗോഷിയേഷൻ എളുപ്പമാവും. പിന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് റഷ്യയിലേക്ക് കയറുന്നത്. അപ്പോൾ റഷ്യയുടെ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റി. അതെ, അങ്ങനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മൊറാൽ ബൂസ്റ്റർ. അതെ അതെ, അവരുടെ സൈന്യത്തിന് നമ്മൾ റഷ്യയുടെ പിടിച്ചെടുത്തു, നമ്മുടെ മാത്രമല്ല, നമ്മളല്ല ലൂസർ എന്ന് പറയാം. അങ്ങനെ പറയാനും കൂടി ഒരു. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ റഷ്യയിലെ റഷ്യക്കാരൻ്റെ വീട്ടുമുറ്റത്തേക്ക് യുദ്ധം വന്നിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ പുതിൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ആളൊന്നുമല്ല. ഒരു പക്ഷേ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളെന്നാണ് ലോകം അദ്ദേഹത്തെ കാണുന്നത്. ചിലപ്പോൾ അതിഭീകരമായ ഒരു തിരിച്ചടി റഷ്യയിൽ നിന്ന് ഉക്രൈന് നേരെ ഉണ്ടായാൽ പോലും. ഒരു പ്രാവശ്യം റഷ്യയിലെ ബസ്ലൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൽ ഈ ചെച്ചനിയ എന്നുള്ള ടെററിസ്റ്റ് കയറി ആ സ്കൂള് വളഞ്ഞ് അവിടെ ചില പ്രിസണിലുള്ള ആൾക്കാരെ വിട്ടയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്യൂട്ടിൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വഴങ്ങിയില്ല. വഴങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അവിടെ കയറിയിരുന്ന ടെററിസ്റ്റ് അവിടെ ആക്രമണം നടത്തി സ്കൂളിൽ. 500 സ്റ്റുഡൻസ് മരിച്ചു, 500 കുട്ടികൾ. എന്നിട്ടും അയാൾ വഴങ്ങിയില്ല. അതാണ് ഒന്നും വഴങ്ങാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഉക്രൈൻ ടാങ്കുകളും പട്ടാളം വന്ന പുടിൻ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഈ യുദ്ധത്തിലെ ഏറ്റവും രക്തരൂഷിതമായ ഒരു അധ്യായം ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.